ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന ഒരു RBI അപ്രോച്ച് ചെയ്തൊരു നമ്മുടെ ഒരു പേഴ്സണൽ ലോൺ ആപ്പിനെ കുറിച്ചാണ്. നമ്മുടെ ഒരു NBFC ആണ്, നിങ്ങൾക്ക് ഫൈബ് എന്ന് പറഞ്ഞ ഒരു ആപ്പിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ആക്ച്വലി പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല. നമുക്ക് കുറേ പേര് നമ്മുടെ സംശയം ചോദിക്കാറുണ്ട്. ഇപ്പോൾ RBI അപ്രൂവ് ചെയ്ത സേഫ് ആയിട്ടുള്ള കുറച്ച് പേഴ്സണൽ ലോൺസിൻ്റെ വീഡിയോസ് സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഫൈബ് എന്ന് പറഞ്ഞൊരു ആപ്പിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പേഴ്സണൽ ലോൺസിനെ കുറിച്ചാണ്. ഇതിന് മുമ്പത്തെ പേര് ഏർലി സാലറി എന്നായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി RBI അപ്രൂവ് ചെയ്ത ഒരു NBFC തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ മാക്സിമം ഇവർ ലോൺ കൊടുക്കുന്നത് 5 lakhs ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവരെ ലോൺ ടെനർ നോക്കി കഴിഞ്ഞാൽ മിനിമം 3 മാസം തൊട്ട് നമുക്ക് 24 മാസം വരെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള EMI ഓപ്ഷൻസ് നമുക്ക് ഇവിടെ തരുന്നുണ്ട് ഇവർ. അതുപോലെ തന്നെ ഡോക്യുമെന്റേഷനൊക്കെ മിനിമം വേണ്ട, ആവശ്യമില്ലാത്ത നമുക്ക് ചിലവർക്ക് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോൺ സുഖമായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആണ് ഇവരുടെ 12% സ്റ്റാർട്ടിങ് വരുന്നത് പെർ ആനം. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ നല്ല കൂടുതലുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടും. സിബിൽ സ്കോർ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അതുപോലെ തന്നെ നമുക്ക് ഫോർ ക്ലോസിംഗ് ചാർജ് ഇവർക്ക് 0 ആണ്. അതെന്താ വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളൊരു 2 കൊല്ലത്തേക്കാണ് ലോൺ എടുത്തത്, നിങ്ങളൊരു 6 മാസം അടച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ഫുള്ള് ക്ലോസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജും സംഭവമൊന്നുമില്ല. നോർമലി ബാക്കിയുള്ള പേഴ്സണൽ ലോൺസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫോർ ക്ലോസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ചാർജ് 3% 5% കൊടുക്കേണ്ടി വരും നമ്മുടെ ബാലൻസ് എമൗണ്ടിന്. അപ്പോൾ അതൊന്ന് വൻ നഷ്ടമാണ്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, ഫോർ ക്ലോസിംഗ് ചാർജാണ്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ നമ്മുടെ സെറ്റാപ്പിലെ ലിങ്കാണ്. നിങ്ങൾക്ക് നോർമലി അപ്ലൈ ചെയ്യാനായിട്ട് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും, മറക്കണ്ട. അപ്പോൾ നിങ്ങളത് നമ്മുടെ ലിങ്ക് കൂടെ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഇതുപോലത്തെ ഒരു പേജ് ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, എംപ്ലോയ്മെന്റ് ടൈപ്പ് കൊടുക്കുക, സാലറിഡ് ആണെങ്കിൽ സാലറി കൊടുക്കുക, ഇപ്പോൾ വർക്കിംഗ് അല്ല അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ അത് കൊടുക്കുക. സ്റ്റുഡൻ്റ് ആണെങ്കിൽ നോർമലി കിട്ടാൻ സാധ്യത ഇല്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല സ്റ്റുഡൻറ്റ് കൊടുക്കാൻ. മൊബൈൽ നമ്പർ കൊടുക്കുക, OTP കൊടുക്കുക. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെന്റ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ സിവിൽ സ്കോർ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് അതിൽ ഡയറക്റ്റ് കാണാം. ലാസ്റ്റ് വീഡിയോ ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം സാലറി 18,000 രൂപയാണ്. അതുപോലെ തന്നെ മാക്സിമം റെക്കമെൻഡ് സാലറി ഇൻഡിവിജ്വൽ തന്നെയാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 21 to 55 ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിംഗും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ആപ്പ് തന്നെയാണ് ഫൈബ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. പണ്ട് ഇതിൻ്റെ പേര് ഏർലി സാലറി എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക, പെട്ടെന്ന് തന്നെ മാക്സിമം ഒരു 2 minute ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എലിജിബിലിറ്റി നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഡിപ്പെൻഡ്സ് അപ്പോൾ നമുക്ക് എത്രയാണോ ലിമിറ്റ് കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ടെനറും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ ആപ്പ് ഡൗൺലോഡ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ 25 million ഒക്കെ കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 6 million ലോൺസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇവർക്ക് കുറേ ടൈപ്പ് ഉണ്ട്. ഇൻസ്റ്റന്റ് ക്യാഷ് ലോൺ ഉണ്ട്, പേഴ്സണൽ ലോൺസ് വരുന്നുണ്ട്, 5 EMIs പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സൈറ്റിൽ കൂടെ പർച്ചേസ് ചെയ്യാനുള്ള EMI ആണ്. ഫൈബിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഫൈബിന്ന് നിങ്ങൾ ഓൾറെഡി ഇവരുടെ ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വെച്ചാൽ ഫൈബ് ഇപ്പോൾ ഒക്കോബറിന് ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫൈബിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫൈബിൻ്റെ നിങ്ങൾക്ക് ഒരു ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആ ലോൺ ക്ലോസ് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് അവരുടെ ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ആക്സിസ് ബാങ്ക് ഒരു ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഫൈബിനുണ്ട്, മറക്കണ്ട. പിന്നെ ലോൺ കാൽക്കുലേറ്റർ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഒരു ലോൺ എമൗണ്ട് ചുമ്മാ ഞാൻ അടുത്ത് ഒരു 8,000 rupees നമ്മൾ ലോൺ എടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് വരിക, ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ ഒരു 14% അല്ലെങ്കിൽ ഒരു മിനിമം ഓവറായിട്ടുള്ള 12% എടുത്തു. നമ്മളൊരു 12 മാസത്തേക്കാണ് EMI എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ മാസവും EMI വരുന്നത് 700 രൂപയാണ് കേട്ടോ. 711 രൂപയാണ് നമുക്ക് EMI എമൗണ്ട് വരിക കേട്ടോ. അങ്ങനെ നോക്കാകുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് 532 രൂപ വരും. അപ്പോൾ നിങ്ങൾ 8,000 rupees എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 മാസം കഴിയുമ്പോൾ ഒരു 532 രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. ആണ് ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ റേറ്റ് വരുന്നത്. അത്യാവശ്യം EMI കാൽക്കുലേറ്റർ സംഭവമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്രെഡിറ്റ് കാർഡ് സംഭവമൊക്കെ ഉണ്ട്. അതായത് ഫൈബിൻ്റെ ആക്സിസ് നമ്പർലെസ് ക്രെഡിറ്റ് കാർഡ് സംഭവം, ഇന്ത്യസ് ഫസ്റ്റ് നമ്പർലെസ് ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞ ഒരു ക്രെഡിറ്റ് കാർഡ് സംഭവം ആക്കിയിരുന്നു. അപ്പോൾ അത് കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും, ഞാൻ വേണമെങ്കിൽ മുകളിൽ കൊടുക്കാറുണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫൈബിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫൈബിൻ്റെ ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് കിട്ടുക. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അപ് ടു 3% ഒക്കെ ക്യാഷ് ബാക്കും 1% ക്യാഷ് ബാക്കും അതർ എക്സ്പെൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് UPI പേയ്മെന്റ്സിന് പറ്റും. റൂപേ കാർഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ലോഞ്ചസ് ഫ്രീ കിട്ടുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഫ്യൂവൽ സർചാർജ് ഓഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോരാത്തതിന് ലൈഫ് ടൈം ഫ്രീ കാർഡ് വേണം. അപ്പോൾ നല്ലൊരു ഇടിയോട്ട് ഡീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, ബുക്ക് മൈ ഷോ, Paytm ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാർഡ് വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓഫേഴ്സും സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈബിൻ്റെ ഡീറ്റെയിൽസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെറ്റാപ്പിൻ്റെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ.
എന്താ പറയുക പ്രൊമോഷൻ സംഭവങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനും കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനലായി GHH വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കാം. നമ്മളതിൽ ഫൈനാൻഷ്യൽ ന്യൂസ്, ടെക് ന്യൂസ്, മൂവി അപ്ഡേറ്റ്സ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.